A5 സൈസിൽ കുറച്ച് കട്ടിയുള്ള പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈസി ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത ബർത്ത്ഡേ ഉള്ളവർക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്തായാലും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. ഭയങ്കര സിമ്പിളുമാണ്, നിങ്ങൾക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി 2 പേപ്പറാണ് ഞാനിവിടെ എത്തിക്കുന്നത്. A5 സൈസാണ്, അപ്പോൾ ചെറുതാണ്, എന്നാലും ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. കാരണം കട്ടിയുള്ള പേപ്പർ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സ്കെച്ച് ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ പേപ്പറായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ പേപ്പറിന് 170 GSM ആണ് ഉള്ളത്. എന്നിട്ട് മടക്കി കൊടുത്ത പേപ്പറിന് നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഒരു കേക്ക് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്ക് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും, ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കാം. പക്ഷേ ഞാനിവിടെ ഒട്ടിച്ചിട്ടില്ല, കാരണം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ കുറച്ച് മറ്റേ കേക്ക് സ്ക്വിഷിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു ബുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് മറ്റേ പേപ്പർ വെച്ചിട്ട് നമ്മളൊരു ഹാഫ് എടുക്കണം. അതിൻ്റെ ഹാഫ് കട്ട് ചെയ്തതിന് ശേഷം അതിലത്തെ ഒരു പീസ് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ, മറ്റേ മാറ്റി വയ്ക്കുക. അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് കേക്കിൻ്റെ ഒരു ഇതിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ മോൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കണം. അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. എങ്കിൽ ഒരു സൈഡ് കുറച്ചും കൂടെ വീതിയിൽ കട്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ നമ്മൾ മറ്റേ ഭാഗമല്ലേ, താഴത്തെ ആ ഭാഗം മാറ്റി വയ്ക്കണം, കാരണം അത് നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. ഈ പേപ്പറല്ലേ, അത് നമുക്ക് എഡ്ജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വൃത്തി വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയാണ് കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത്. കാരണം ഒരു പുള്ളപ്പ് കാർഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കേക്കിൻ്റെ ആ ഒരു ഡിസൈനല്ലേ നമ്മൾ പുള്ള് ചെയ്യുന്നത്, അപ്പോൾ അതിനാണ് ഈ സംഭവം ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ പുള്ള് ചെയ്യാൻ വേണ്ടിയാണ്. പുള്ള് ചെയ്തിട്ട് നമുക്ക് വേറെ ഇത് വെക്കാം, വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈൻസ് കുറേ ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ടും ഓരോരുത്തർക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ആകെ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഈ കേക്കിൻ്റെ ലെയറിനനുസരിച്ച് ആ കേക്ക് ആ പേപ്പറിലോട്ട് വരച്ചു കൊടുക്കണം. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ലെയറിനും ഓരോ കളേഴ്സാണ്. അപ്പോൾ കറക്റ്റ് ഏത് കളറാണ് ഏത് ലെയറാണ് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മുകളിലത്തെ ലെയറിന് യെല്ലോ കളറും, സെക്കൻഡത്തെ അതായത് മിഡിൽ ലെയറിന് സെൻറ്ററിൽ പിങ്ക്, പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു യെല്ലോ കളർ മാത്രം കൊടുക്കണം. പിന്നെ കേക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മായ്ച്ചു കൊടുക്കാം. മായ്ക്കുമ്പോൾ പതുക്കെ മായ്ച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റഫായി, അതുകൊണ്ട് ചെറുതായിട്ട് ആ ഫസ്റ്റത്തെ ലെയർ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫസ്റ്റത്തെ ലെയറിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കല്ല, വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ വരച്ച് കൊടുക്കുക, കാരണം കറക്റ്റ് സൈസ് എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പോക്കറ്റ്സൊക്കെ ലാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്പ്രിങ്കിൾസ് ഏകദേശം തീരാനായി. അടുത്ത ലെയറിന് എന്ത് കൊടുക്കും, നമുക്കൊരു ഡ്രിപ്പ് കൊടുക്കാം. ഡ്രിപ്പിന് വേണമെങ്കിൽ കളർ കൊടുക്കുക, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ലാസ്റ്റത്തെ ലെയർ ഞാൻ പ്ലെയിൻ ആയിട്ട് കൊടുക്കുകയാണ്. ഡിസൈന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡോട്ട്സോ അങ്ങനെ വല്ലതും സിമ്പിളായിട്ട് കൊടുത്താൽ മതി. കാരണം കേക്ക് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ആ പേപ്പർ വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കുക. കാരണം പോക്കറ്റ്സ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നല്ല വീതിയൊന്നും വേണ്ട. അപ്പോൾ ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ആരോ പോലെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ നിന്ന് കാണാം. എന്നിട്ട് മറ്റേ പേപ്പറില്ലേ ഞാൻ ബാക്കി വെക്കാൻ പറഞ്ഞത്, ആ പേപ്പർ നമുക്കൊരു പോക്കറ്റ് ആക്കിയിട്ട് അത് ഇതേപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അടിയിലും ഗ്ലൂ ചെയ്യണം, സൈഡിൽ മാത്രം മടക്കിയാൽ മതി. കാരണം അടിയിൽ മടക്കിയാൽ ചിലപ്പോൾ സൈഡിലത്തെ മടക്കിയത് ആകെപ്പാടെ ഒട്ടിപ്പോവും. അപ്പോൾ 2 സൈഡും ഞാൻ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വെള്ളം വെച്ച പോലെ ഉണ്ടാവും, ടെക്സ്ചറൊക്കെ ആകെ വെള്ളം വെച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം നല്ലോണം അമർത്തുക. എന്നിട്ട് അടിയിലും പശാക്കി കൊടുക്കുക. പിന്നെ ഇതേപോലെ ആയിരിക്കും ഒരു ഓട്ട പോലെ ഉണ്ടാവും മുകളിൽ നിന്ന് കാണാൻ. അത് കൂടെയാണ് നമ്മൾ കേക്കിൻ്റെ ആ ഡിസൈനുള്ള ഭാഗം നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആരോ വെച്ചുകൊണ്ട് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാം, ഈസി ആയിട്ട് പുള്ള് ചെയ്യാം. അപ്പോൾ അങ്ങനെ കേക്ക് റെഡി.
ഈ ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അടുത്തതിന് നമുക്കൊരു ഉൾഭാഗത്തിന് നമുക്ക് വേണ്ട കളർ പേപ്പറാണ്. അപ്പോൾ ഞാൻ ചെറിയ കാർഡായും കൊണ്ട് ഒരു കളർ പേപ്പറിൻ്റെ ഹാഫേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കാർഡ് തന്നെ ആയിക്കോട്ടെ, പക്ഷേ കുറേ ഹേർട്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ കുറേ ഇത് വേണമെങ്കിൽ വലുതെടുക്കാം. പക്ഷേ ഞാൻ ചെറിയ കാർഡിൽ കുറച്ച് വലിയ ഹേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് മാത്രം എടുക്കുന്നുള്ളൂ. അതൊന്നും ചെറിയ ചെറിയ ഹാർട്ട്സ് ഉണ്ടാക്കുന്നില്ല, ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാക്കുന്നു. അത് കുറച്ച് വലുതാണ്. പിന്നെ അതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫസ്റ്റ് ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് ആ വരേൻ്റെ അങ്ങോട്ട് 2 എൻഡും ഇതേപോലെ മടക്കി കൊടുക്കുക. ഒരു പേപ്പർ ഹൗസിൽ വാർഡ്രോബ് ഉണ്ടാക്കുന്ന പോലെ 2 ഡോറ് പോലെ. എന്നിട്ട് ആ 2 എൻഡ് ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ചില ഭാഗത്ത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൺഫ്യൂസായി, പിന്നെ തെറ്റിപ്പോയി. പിന്നെ ഞാൻ ശരിക്കും മടക്കി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോറ് പോലെ വേണം, പക്ഷേ നമ്മൾ പേപ്പർ വെച്ചിട്ട് നൊറി ഉണ്ടാക്കില്ലേ, എന്നുവെച്ചാൽ വീശർ ഉണ്ടാക്കാൻ വേണ്ടി നൊറി ആക്കില്ലേ, ആ സമയത്ത് ആ നടുക്കത്തെ ആ ഒരു വീതി ഉണ്ടാവുമല്ലോ, ആ ഭാഗം ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ കുനിപ്പ് പോലെ വരണം. അതേപോലെ വരാനാണ് ഇതേപോലെ മടക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് തുറക്കാൻ പറ്റും. അത് ഈ നടുക്കത്തെ ഭാഗമാണ് താഴത്തേക്ക് പോകേണ്ടത്. ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് സൈഡിൽ ഇതാക്കിയിട്ട് നമുക്കൊരു ഹേർട്ട് കട്ട് ചെയ്യാം. ഹേർട്ട് കട്ട് ചെയ്യുമ്പോൾ ഹേർട്ടിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് 2 ഹാഫാവും. അപ്പോൾ ആ 2 ഹാഫും ഒരുമിച്ചിട്ട് ഒട്ടിക്കണം, കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ ഞാനിതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു പേപ്പറിൻ്റെ ഉള്ളിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലും തുറക്കാം, 2 സൈഡിലും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ഇതേപോലെ 2 സൈഡിലും നമുക്ക് വല്ലതും എഴുതാം, നടുക്കും വല്ലതും ചെയ്യാം. പിന്നെ അടിയിലൊരു വര വരച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ച ബലൂണാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ബലൂണിന് വള്ളി വേണമല്ലോ, അപ്പോൾ വള്ളീൻ്റെ അറ്റത്ത് നമുക്കൊരു ബോവും കൂടെ വരച്ചിട്ട് ഉണ്ടാക്കി ഒട്ടിക്കാം. അപ്പോൾ ബോ റെഡി. ഇനി ബോയ്ക്ക് കളർ കൊടുക്കണതിൻ്റെ ട്രാൻസിഷനാണ് ഇത്, മാജിക്. അപ്പോൾ ഈ മാജിക്കിന് ശേഷം നമ്മളത് മുറിച്ചെടുക്കണം. ആ ബോ മുറിച്ചതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ തന്നെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ആ ബോ കുറച്ച് പൊന്തിക്കണമെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ചെറുതാക്കി മുറിച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ ബോ ഒട്ടിച്ചാൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടെ പൊന്തി നിൽക്കുമല്ലോ, ആ ഒരു ബോയ്ക്ക് കുറച്ച് പൊന്തൽ വരും. പിന്നെ ആ 2 സൈഡിലത്തെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ വല്ല ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അപ്പോൾ വിഷിങ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വല്ലതും എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ പേനോ നിങ്ങൾക്ക് വല്ല ലെറ്ററോ അങ്ങനെ വല്ലതും എഴുതണമെങ്കിൽ അതും എഴുതി കൊടുക്കുക. അത് റെഡി. ഇങ്ങനെ മറ്റേ സൈഡിലും എന്തെങ്കിലും എഴുതണം. അപ്പം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് യു ആർ ദ ബെസ്റ്റ്, താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് കെയർ, അങ്ങനെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഈ ഹേർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ പിങ്കും ഇല്ല റെഡും ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആണെങ്കിൽ ഈ എഴുത്തൊക്കെ നല്ലോണം കാണാനും പറ്റും. അപ്പോൾ അത് റെഡി. അങ്ങനെ ആ ഒരു സൈഡ് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റർ പാർട്ടിൽ വല്ലതും വേണമല്ലോ. സെൻറ്റർ പാർട്ടിന് വേണ്ടി ഞാനൊരു പേപ്പറിൽ ഹാപ്പി ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് മൊത്തത്തിൽ കൊള്ളുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഒരു ഹാപ്പി ഡേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത മോഡൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ ചെയ്തു. കാരണം ഹാപ്പിത്തെ എ കുറച്ച് ഡാർക്കായിപ്പോയി, ഡാർക്കായിപ്പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ട് വെട്ടിയെടുത്തത്. അപ്പോൾ ഹാപ്പി ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡേയും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തുറന്ന് നോക്കുമ്പോൾ അതാ ഹേർട്ട് ഓപ്പണായി ഹാപ്പി ഡേ, അല്ലെങ്കിൽ ടുഡേ ഈസ് എ ഹാപ്പി ഡേ. അങ്ങനെയൊക്കെ ബോയുമായി, ബലൂണായി,
ഇനി എന്താ, കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കാനായിട്ട് കേക്ക് പീസ് ഉണ്ടാക്കി. അപ്പോൾ ആ കേക്ക് പീസ് പുള്ള് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് വരണം. അപ്പോൾ ഞാൻ HBD, കാരണം അത്രേ കൊള്ളുള്ളൂ. പിന്നെ ബ്രഷ് പെന്നിൽ ചെറുതാക്കിയിട്ട് എഴുതാൻ അത്ര അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടു യു കുറച്ച് കാലിഗ്രഫിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇഷ്ടമുള്ള കളറിൽ എഴുതാം. ഞാൻ പ്ലെയിനായിട്ട് ജസ്റ്റ് ആ ഡാർക്ക് പിങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനിയാണ് നമ്മളെ ഫ്രണ്ട് പേജിൻ്റെ ഡെക്കറേഷൻസ്. ഞാനൊരു ക്യാൻഡിൽ കേക്കുമ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ബോയ്ക്കോ ഭയങ്കര ഇഷ്ടവും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്ത് നോക്കുന്നത്. പിന്നെ നമുക്ക് കേക്ക് പീസ് അതിൽ സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക അത് കാണാൻ. പുള്ളയാം ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ അടച്ചു വയ്ക്കാം. കേക്കായി. അപ്പം ഈ ഐഡിയ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. അതിനു വേണ്ടി ഞാനൊരു ഡെക്കറേറ്റീവായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ ഒരു വള്ളിയിൽ ട്രയാങ്കിൾസ് ആയിട്ടുള്ള അതിൽ കുറേ പാറ്റേൺസ് ഒക്കെ അല്ലേ, അപ്പോൾ അതും ആണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് ഇമോജീസൊക്കെ കൊടുക്കില്ലേ, ആ സമയത്ത് ഒരു പാർട്ടി പോപ്പറാണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഡിസൈനൊക്കെ ഉള്ള ഒരു പാർട്ടി പോപ്പർ, അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ ഞാൻ എന്താ വരയ്ക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ലാസ്റ്റ് ഞാനൊരു തീരുമാനത്തിലെത്തി, ബലൂൺസ് വരയ്ക്കാമെന്ന് എഴുതി. അപ്പോൾ ഒരു ഹേർട്ട് ബലൂണും 2 നോർമൽ ബലൂൺസും വരച്ചു. പിന്നെ ഞാൻ എന്ത് വരയ്ക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഒരു ബർത്ത്ഡേ തൊപ്പീൻ്റെ ഐഡിയ കിട്ടി. അപ്പോൾ ബർത്ത്ഡേ തൊപ്പി വരച്ചു വെച്ചു. പിന്നെ ബർത്ത്ഡേ ഗേളിനെ വരയ്ക്കണോ വേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതെന്താ ഞാൻ പറയാം, പക്ഷേ ഫസ്റ്റ് നമുക്കിത് കളർ ചെയ്യണമല്ലോ. ഞാൻ എഴുതി കളർ ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി പോപ്പർ. പിന്നെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കവായ് സ്റ്റിക്കേഴ്സിൽ വാർഡ്രോബായിരുന്നു എൻ്റെ തീം. അപ്പോൾ അതിൽ കുറേ ഗേൾസിൻ്റെ തലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തല വെച്ചിട്ട് എന്താ യൂസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരുതി ഈ തൊപ്പി അതിൻ്റെ അടുത്ത് തലയും കൂടെ വെച്ചാൽ ഒരു കുട്ടീൻ്റെ തലയിൽ തൊപ്പി നിൽക്കുന്ന പോലെ തോന്നുമല്ലോ. അപ്പോൾ ഒരു ബർത്ത്ഡേ ഐഡിയ ആയില്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ പിങ്ക് കളറിന് മാച്ചായിട്ട് പിങ്ക് ഹെയർഡ് ഗേൾ ഉണ്ടായി. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കൽ മൊത്തം ഒട്ടിച്ച് കൊണ്ടുപോയി. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറേ സ്പാർക്കിൾസും ഫ്ലവേഴ്സും ഒട്ടിച്ചു. അതാണ് ഓരോന്നെടുത്തിട്ട് വെല്ലുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ കുറേ ആ ഒരു ഷീറ്റത്തെ പകുതിയും ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. അത്രയും ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാർട്ടി പോപ്പറിനെ തെറിച്ച് വരുന്നതായിട്ടാണ് എൻ്റെ ഒരു ഇമാജിനേഷൻ വന്നത്. പക്ഷേ ഇതിൽ സ്പാർക്കിൾസ് കുറവായിരുന്നു. ഈ ഒരു കളർ തീമിൽ സ്പാർക്കിൾസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ നിർത്തി. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡത്തെ ഫൈനൽ ലുക്ക്. പിന്നെ ഉള്ളിൽ ഞാൻ ഈ കേക്ക് കഴിക്കുന്ന ഒരു ബണ്ണീനെ ഒട്ടിച്ചു. പിന്നെ കുറച്ച് ബോസ് ഒട്ടിച്ചു. പിന്നെ നമ്മളെ പോക്കറ്റ് ഉണ്ടല്ലോ, ആ പോക്കറ്റിൻ്റെ ഭാഗം കണ്ടപ്പോഴേക്ക് ആകെ പ്ലെയിനായി തോന്നി. അതുകൊണ്ട് ഞാനൊരു ഗേളിനെ ഒട്ടിച്ചു, ഒരു സ്ട്രോബെറി ഗേളിനെ ഒട്ടിച്ചു. എന്നിട്ട് അവിടെ ഒരു സെയിം ട്രയാങ്കിൾ ആ സാധനം ഒട്ടിച്ചു. എന്നിട്ട് ഹാപ്പി എന്ന് കൊടുത്തിട്ടുള്ളൊരു ക്രൗൺ ഉണ്ടായിരുന്നു. അതൊരു ബർത്ത്ഡേ തീംഡ് വന്നതുകൊണ്ട് ഞാൻ ആ ക്രൗൺ ആ ഗേളിന് ഇട്ട് കൊടുത്തു.
ഇട്ട് കൊടുത്തു മീൻസ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഭാഗം റെഡിയായി. ഇനി അതിൽ അപ്പോൾ ആ ഡോട്ട്സും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പ്ലേസിൽ കുറച്ചും കൂടെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് ഫില്ല് ചെയ്യാമായിരുന്നു. ഇപ്പോൾ സ്ക്രാപ്പ് ബുക്കോ അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാമായിരുന്നു. ഇനി കുറച്ചും കൂടെ ഈസ്തറ്റിക് ക്രാഫ്റ്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം എടുത്തിട്ടുണ്ട്, എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കവായി സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കവായി സ്റ്റിക്കേഴ്സ് വരയ്ക്കുന്ന വീഡിയോസും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസും എന്തായാലും ഇടുന്നതാണ്. ബർത്ത്ഡേ വിഷസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആളെക്കുറിച്ച് വല്ല പോംസോ വല്ല വരികളോ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതോ അവരെക്കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഹോപ്പ്ഫുള്ളി ബൈ എന്ന് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. കാരണം ആർക്കാണ് കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നതെന്നൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബൈ എന്ന് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ ഔട്ട്പുട്ട് അതാണ്. അപ്പോൾ ഈ കാർഡ് ആർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ഷെയർ ചെയ്യുക. അതാകുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ്സൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മാത്രമല്ല കുറേ പേർക്കും കൂടെ അറിയണമെന്നല്ലേ. എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ബൈ.